Hi, I'm Jerome, physiotherapist at Ayurveda Hospitals. ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പൊസിഷനിങ് ഓഫ് എ സ്ട്രോക്ക് പേഷ്യൻസ്. കാരണം അവരെ സംബന്ധിച്ച് ഒരു ഭാഗം തളർന്നു പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. നമ്മൾ തുടക്കത്തിൽ തന്നെ ഒരു പൊസിഷനിങ് കറക്റ്റ് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് സ്കിൻ കോൺട്രാക്ചേഴ്സ്, പിന്നെ പിറകിലെ തൊലി പൊട്ടുക, പിന്നെ ചെസ്റ്റ് കോംപ്ലിക്കേഷൻസ് മുതലായവയൊക്കെ ഒഴിവാക്കാം. ഞാൻ നിങ്ങൾക്ക് കുറച്ച് വീഡിയോസ് ഷെയർ ചെയ്യും എങ്ങനെ നമുക്കൊരു പേഷ്യൻറ്റിനെ ഒരു ബെഡിൽ പൊസിഷൻ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഒരു പൊസിഷനിങ് വരികയാണെങ്കിൽ നമുക്കൊരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റെപ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു കിടപ്പിലെ രോഗിയാണെങ്കിൽ അവരുടെ ഹെഡ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഹെഡ് ഭാഗം എപ്പോഴും ഒരു മിഡ് ലൈൻ പൊസിഷനിൽ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിന് നമുക്ക് വേണമെങ്കിൽ ടവൽസ് യൂസ് ചെയ്യാം. ടവൽസ് യൂസ് ചെയ്ത് നമ്മൾ ഒരു സൈഡ് റോൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ പേഷ്യൻസ് ഒരു ചെരിഞ്ഞ് കിടക്കുകയാണെങ്കിലും ഈ ഹെഡ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ റൈറ്റ് സൈഡാണ് വീക്കെങ്കിൽ നമ്മളെപ്പോഴും ഒരു പില്ലോ ഈ വീക്ക് ഷോൾഡറിൻ്റെയും വീക്ക് ആമിൻ്റെയും ഒക്കെ അടിയിൽ വെക്കാൻ ശ്രദ്ധിക്കുക. നമുക്കിപ്പോൾ കാലിലേക്ക് വരികയാണെങ്കിൽ കാല് റൊട്ടേറ്റഡ് ആയിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. നമ്മൾ അത് ന്യൂട്രൽ പൊസിഷനിൽ വെക്കാൻ ശ്രദ്ധിക്കുക. അതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു പില്ലോ യൂസ് ചെയ്തിട്ട് അതിനെ ന്യൂട്രലിൽ വെക്കാം. ഇപ്പോൾ രോഗി ചെരിഞ്ഞ് കിടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പോൾ ബലമുള്ള ഭാഗത്തേക്കാണ് ചെരിഞ്ഞ് കിടക്കുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു പില്ലോ ബലശേഷി കുറവുള്ള കൈക്ക് വെക്കണം. ആൻഡ് ദെൻ തല കറക്റ്റ് പൊസിഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ആൻഡ് പ്ലസ് നമ്മുടെ കാലിലേക്ക് വരുമ്പോൾ ഒരു പില്ലോ കാലിൻ്റെ അടിയിൽ വെക്കാനും ശ്രദ്ധിക്കണം. ഇപ്പോൾ രോഗിയുടെ ഒരു വീക്കർ സൈഡാണ്, ഒരു ശേഷിക്കുറവുള്ള ഭാഗത്തേക്കാണ് ചെരിഞ്ഞ് കിടക്കണമെങ്കിൽ നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ആദ്യം രോഗിനെ റോൾ ചെയ്യിപ്പിക്കുക. ആൻഡ് ദെൻ ഇതാണ് ശേഷിക്കുറവുള്ള കൈയെങ്കിൽ ഈ ഷോൾഡറിലേക്ക് എപ്പോഴും ഒരു പ്രഷർ വരാണ്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ശരീരത്തിനെ ഒന്ന് വിട്ട് നിർത്തി കൈനെ വയ്ക്കുക. ആൻഡ് ദെൻ പേഷ്യൻ്റ് എപ്പോഴും ഒരു കംഫർട്ട് പൊസിഷനിൽ കിടക്കണം. അതിന് നമുക്കൊരു 2 പില്ലോസ് യൂസ് ചെയ്തിട്ട് നമ്മൾ പേഷ്യൻസിനെ നേരെ കിടത്തുക. ഈ ടൈമിൽ പേഷ്യൻ്റ് എപ്പോഴും ഒരു പൊസിഷൻ എപ്പോഴും ഒരു കംഫർട്ടിലായിട്ടാണ് കിടക്കുന്നുണ്ടാവുക. ഒരു ടൈം ഫ്രീക്വൻസി എന്ന് പറയുകയാണെങ്കിൽ ഒരു 2 മണിക്കൂർ കൂടുന്തോറും നമ്മൾ പേഷ്യൻസിനെ കംഫർട്ടായിട്ടും സേഫായിട്ടും പൊസിഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക.